ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹൈറിച്ചിനെതിരെയുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ സ്കാം ആവാൻ സാധ്യതയുള്ള കമ്പനികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഒക്കെ പോലീസ് അന്വേഷണം നടക്കുന്നത് കൊണ്ടും ഒരുപാട് ആൾക്കാർ ഇത് സ്കാമാണ്, മണി ചെയിനാണ്, ഇതിപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു സമയത്ത് ആണ് ഈ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്, പോലീസ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് അതിൽ ഹൈറിച്ചും ഉണ്ടാവും എന്നാണ്. എന്നാൽ അന്ന് ഹൈറിച്ചിൻ്റെ പേര് മാത്രം അതിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെതിരെ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ചിൽ. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ഇന്നലെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എക്കണോമിക് ഒഫൻസ് വിങ്ങിൻ്റെ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസാണ്, തൃശ്ശൂർ റേഞ്ച് ആണ് എനിക്ക് മറുപടി തന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻക്വയറി ഹാസ് ബീൻ കണ്ടക്റ്റഡ് ഓൺ യുവർ പെറ്റീഷൻ അഗൈൻസ്റ്റ് ഹൈറിച്ച് നിധി ലിമിറ്റഡ്. ഇറ്റ് ഈസ് അലേജ്ഡ് ദി കമ്പനി ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ലിസ്റ്റ് ഓഫ് സസ്പെക്റ്റഡ് ഫിനാൻഷ്യൽ ഫേംസ് പബ്ലിഷ്ഡ് ബൈ ദി ക്രൈം ബ്രാഞ്ച്. അപ്പോൾ നിങ്ങളുടെ ആരോപണം ഈ ഒരു ഹൈറിച്ച് നിധി എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനി ഈ ലിസ്റ്റിൽ സ്കാം ആവാൻ സാധ്യതയുള്ള ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു. You are informed that the list was not final and the updated list may be published in future. നിങ്ങളെ അറിയിക്കുന്നു, ഈ ഒരു ലിസ്റ്റ് ഫൈനലല്ല, ഇതിൽ അപ്ഡേഷൻ നടക്കും, അപ്ഡേറ്റ് ചെയ്ത ലിസ്റ്റ് ഭാവിയിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റിൽ പെടാത്ത കമ്പനികളെല്ലാം നല്ല കമ്പനികളും പെട്ട കമ്പനികളെല്ലാം എട്ട് കമ്പനികൾ മാത്രം മോശം കമ്പനികളും എന്നൊന്നില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ദ എൻക്വയറി ഓൺ ഹൈറിച്ച് നിധി ലിമിറ്റഡ് റിവീൽഡ് ദാറ്റ് ദ കമ്പനി ഹാസ് നോട്ട് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ആഫ്റ്റർ ഇറ്റ്സ് രജിസ്ട്രേഷൻ ആസ് എ നിധി കമ്പനി. ഹൈറിച്ചിൻ്റെ നിധി കമ്പനി എന്ന് പറയുന്നത് വെറും ഒരു രജിസ്ട്രേഷൻ എടുത്തു വച്ചിട്ട് മാത്രമേ ഉള്ളൂ, അവർ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. Liquidation process on the company is to be initiated by the regulator. അതിൻ്റെ ലിക്വിഡേഷൻ പ്രോസസ്സൊക്കെ റെഗുലേറ്റർമാർ ചെയ്യുന്നുണ്ടാവും, അത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കമ്പനി വെറും പേര് മാത്രമാണ്, ബോർഡ് മാത്രമാണ്. നമ്മുടെ ഹൈറിച്ചിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു വലത് ഭാഗത്ത് മൂല കാണാൻ പറ്റും ഹൈറിച്ച് നിധി എന്നൊക്കെ. ഓരോ ചുമരിനും ഉള്ളിലെ ഓരോ ചുമരിനും പിന്നെ ഓരോ കമ്പനിയാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. വെറും ഒരു കടലാസ് കമ്പനിയായിരുന്നു നിധി കമ്പനി എന്നാണ് പറയുന്നത്. നിധിയുടെ പേരിൽ യാതൊരുവിധ ഡെപ്പോസിറ്റുകളും നമ്മൾ ED റെയ്ഡ് ചെയ്ത് പ്രസിദ്ധീകരിച്ച ലിസ്റ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കമ്പനിയെ നമ്മൾ മറ്റേ ലിസ്റ്റിൽ പെടുത്താതിരുന്നത് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അപ്പോൾ എന്തായാലും ക്രൈംബ്രാഞ്ചിൻ്റെ ഈ ഒരു അന്വേഷണവും അതിനെ മറുപടി തന്നതിലും വളരെയധികം നന്ദി. ഇനിയും ഇതുപോലെയുള്ള കള്ളന്മാരെ ഇതുപോലെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ബൈ.